പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ പുതിയ ദിവസത്തിനായി സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സ്നേഹവാനായ സ്വർഗീയ പിതാവ്, കൃപയും കരുണയും മനസ്സലിവും ദയുള്ള ദൈവം, തൻ്റെ സമാധാനവും സന്തോഷവും പ്രത്യാശയും തേജസ്സും ഓരോ ദിവസവും അധികമായി നമ്മുടെ മേൽ പകരുകയും നമ്മെ വഴി നടത്തുകയും ചെയ്യുന്ന ദൈവം തൻ്റെ കൃപയാൽ നമുക്കൊരു പുതിയ ദിവസം കൂടി ദാനമായി നൽകി. ഈ പുതിയ ദിവസം ദൈവത്തോട് ചേർന്ന് നടപ്പാനും ദൈവമുഖം ദർശിപ്പാനും ദൈവത്തിൻ്റെ കൃപ ധാരാളമായി പകരുവാനൊക്കെ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ബലഹീനതകളെയൊക്കെ അറിയുന്ന ദൈവം നമ്മളെല്ലാ ബലഹീനതകളെയും മാറ്റി നമ്മെ ബലപ്പെടുത്തുവാൻ മതിയായവനാണ്. നമ്മളിൽ മറഞ്ഞു കിടക്കുന്ന പാപപ്രമാണങ്ങളെ നീക്കിക്കളയുവാനായിട്ട് ദൈവം മതിയായവനാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തോട് ചേർന്ന് നടക്കുന്നതാണ് ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് തന്നെയാണ് ഞാൻ നടക്കുന്നത് എന്ന് ഒരു വ്യക്തി മനസ്സിലാക്കി, അതല്ലെങ്കിൽ ദൈവവചനത്തിലേക്ക് ഉറ്റുനോക്കി നടക്കുമ്പോഴാണ് ഒരു വ്യക്തി തിരിച്ചറിയുന്നത് ഞാൻ ദൈവത്തോട് ചേർന്നാണോ അതോ എൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങളിലാണോ നടക്കുന്നതെന്ന് മനസ്സിലാകുന്നത്. കാരണം ദൈവവചനമാണ് നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ ഒരുക്കുന്നത്, കുറവുകളെ കാണിച്ചു തരുന്നത്. ദൈവവചനം ഒരു കണ്ണാടി പോലെ നമ്മളുടെ കുറവുകളെ കാണിച്ചു തരും. ദൈവം വരുന്ന കൃപയിൽ ആശ്രയിക്കുമ്പോൾ നമ്മളിലുള്ള പാപപ്രമാണങ്ങൾ മുറുകെ പറ്റുന്ന പാപവും സ്വയനീതിയും ഞാനെന്ന ഭാവവും ആദാമ്യ പാപപ്രകൃതങ്ങളൊക്കെ നമ്മളിൽ നിന്ന് നീക്കിക്കളയാന്നൊക്കെ വേണം ദൈവത്തിൻ്റെ കൃപ നമ്മെ സഹായിക്കും. അത് നമ്മെ ആൾ മാറിവിനെ പോലെ മാറ്റും. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ചിന്താഗതികളും നമ്മുടെ ബന്ധങ്ങളും എല്ലാം ദൈവരാജ്യത്തിനും ദൈവനീതിക്കൊത്തവണമായി തീരും. എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമാണെന്ന് ദൈവജനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നത് നിലനിൽക്കുന്നതാണ്, നശിച്ചു പോകാത്തതാണ്. ഈ കാണുന്ന ആകാശവും ഭൂമിയും എല്ലാം തീക്കായി ചുട്ടഴിവാനുള്ളതാണ്. എന്നാൽ ദൈവരാജ്യം നശിച്ചു പോകാത്തതാണ്, നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്താൽ ദൈവം അവൻ്റെ പാപത്തിൻ്റെ കറകളെല്ലാം കഴുകിക്കളഞ്ഞിട്ട് തൻ്റെ രാജ്യം അവനിൽ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ദൈവരാജ്യത്തിൻ്റെ ഉടമയായ കർത്താവ് അവരിൽ വസിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങളും ദൈവനീതിയുമൊക്കെ ആ വ്യക്തിയെ പഠിപ്പിച്ച് ദൈവവചനത്തിൽ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവരാജ്യം എന്താണ്, ദൈവനീതി എന്താണ്, ദൈവരാജ്യത്തിൽ ഒരു വ്യക്തി എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, ദൈവഹൃദയത്തിൽ ആഗ്രഹം എന്താണ് എന്നൊക്കെ ആ വ്യക്തിയെ മനസ്സിലാക്കി പഠിപ്പിച്ച് നിലനിൽക്കുന്ന ദൈവരാജ്യത്തിൽ നിത്യനായ ദൈവത്തോടു കൂടെ തേജസ്സുള്ള ശരീരത്തിൽ നിത്യത മുഴുവൻ വസിക്കുന്ന ഒരളവിലേക്ക് ഓരോ വ്യക്തികളെയും ഒരുക്കിയെടുക്കുന്ന സമയത്താണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ ഉത്തരവാദിത്തം തിന്നുക കുടിക്കുക നാളെ മരിക്കുമല്ലോ എന്നുള്ളൊരു ജീവിതം അല്ല, മറിച്ച് ദൈവം ഒരു നിത്യത എനിക്കായി ഒരുക്കിയിരിക്കുന്നു. ആ നിത്യതയുടെ അധികമായിട്ടുള്ള പ്രകാശനത്തിലാണ് ഞാൻ ഓരോ ദിവസവും ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ ദൈവവചനം അനുസരിച്ച് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ഒറ്റ ബോധ്യത്തിൽ തന്നെ നമ്മൾ ആയിരിക്കണം. കാരണം നാശത്തിലേക്ക് പോകുന്ന വഴി വീതി കൂടിയതും അതിലൂടെ സഞ്ചരിക്കുന്നവർ അനേകരാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക, നമ്മൾ ഏത് കൂട്ടത്തിലാണ് ആയിരിക്കുന്നത്? നിത്യത്തിലേക്ക് പോകുന്ന വഴി ഇടുക്കമാണ്, ഞെരുക്കമാണ്, കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. എന്നാൽ ആ പാതയിൽ കൂടി നാം നടക്കുമ്പോൾ നമ്മളോട് കൂടെ കർത്താവ് ഉള്ളതുകൊണ്ട് ആ കർത്താവ് നമ്മെ സൂക്ഷിക്കുകയും കരുതുകയും ചെയ്യും. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 84 അധ്യായം 5, 6, 7 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ പറയുന്നത്: ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവമാണ് എൻ്റെ ബലം, ദൈവമാണ് എൻ്റെ മറവിടം, ദൈവമാണ് എൻ്റെ പ്രതിഫലം, ദൈവമാണ് എൻ്റെ പാറ, ദൈവമാണ് എൻ്റെ ഉറവ്, അങ്ങനെ എല്ലാത്തിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ദൈവം അവനെ ബലപ്പെടുത്തുകയാണ്, കരുതി നടത്തി പരിപാലിക്കുന്നു. മാത്രമല്ല, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവവചനാനുസരണത്തിൽ കൂടി ഓരോ ദിവസം നടക്കുമ്പോൾ നിത്യ തേജസ്സിൻ്റെ, നിത്യരാജ്യത്തിൻ്റെ, നിത്യഭവനത്തിൻ്റെ അധികമായിട്ടുള്ള പ്രകാശനവും ജീവനും ഒക്കെ ആ വ്യക്തിയിൽ നിറഞ്ഞു വരികയും അത് സിയോനിലേക്കുള്ള പെരുവഴികൾ പോലെ. എന്ന് പറഞ്ഞാൽ ദൈവ വചനം അനുസരിക്കുമ്പോൾ അത് ഇടുക്കവും ഞെരുക്കവുമാണ്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. എന്നാൽ തുറമാനമായി ദൈവവചനം അനുസരിച്ച് നടക്കുമ്പോൾ, ദൈവകൃപയിൽ ആശ്രയിക്കുമ്പോൾ, ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അവനിലേക്ക് ദൈവരാജ്യത്തിൻ്റെ പ്രവേശനം ധാരാളമായി ലഭിക്കുന്ന ഒരളവിലേക്ക്, സിയോനിലേക്കുള്ള പെരുവഴി പോലെ അധികമായിട്ടുള്ള പ്രകാശനത്തിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. തുറന്നു പറയാണ്, കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു, മുൻമഴയാൽ അത് അനുഗ്രഹപൂർണ്ണമായി തീരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവവചനം അനുസരിച്ച് നടക്കുമ്പോൾ കഷ്ടമുണ്ട്, കണ്ണുനീരുണ്ട്, ദുഃഖമുണ്ട്, നിരാശയുണ്ട്, നിന്ദയും പരിഹാസവും ഒറ്റപ്പെടലുകളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ ആ കണ്ണുനീരൊന്നും
നഷ്ടമായി പോകുവാനല്ല, മറിച്ച് അത് ആ വ്യക്തിയെ തികഞ്ഞവരും സമ്പൂർണ്ണനാക്കി പണിതെടുക്കുകയാണ് ചെയ്യുന്നത്. പുത്രൻ്റെ അതേ സ്വരൂപത്തോട് അവനെ അനുരൂപമാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല അത് അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന വ്യക്തിത്വങ്ങളിലായി ഒരു വ്യക്തിയെ ഒരുക്കിയെടുക്കുന്നത് ജീവിതത്തിൽ കടന്നുപോകുന്ന സാഹചര്യങ്ങളാണ്. കാരണം യേശു കർത്താവ് അങ്ങനെയായിരുന്നു നമുക്ക് മാതൃക കാണിച്ചു തന്നത്. ദൈവവചനം എങ്ങനെയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്? പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായിത്തീർന്നു. അപ്പോൾ യേശുവിനെ പിൻപറ്റുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കർത്താവ് പറഞ്ഞല്ലോ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന് തന്നെ കർത്താവ് പറഞ്ഞത്. എന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഞാൻ നിങ്ങളെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല എന്ന് അരുൾ ചെയ്ത കർത്താവ് നമ്മളോട് കൂടെ ഉള്ളതുകൊണ്ട് ഏതവസ്ഥയെയും തരണം ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും. മാത്രമല്ല മുൻമഴയാൽ അത് അനുഗ്രഹപൂർണ്ണമായി തീരുന്നു. ആ വ്യക്തിയുടെ ജീവിതം, അവൻ്റെ പ്രവൃത്തികൾ, അവൻ ചെയ്യുന്നതെല്ലാം അനുഗ്രഹമായി തീരുന്ന ഒരളവിലേക്ക് ദൈവം പണിതെടുക്കുകയാണ് ചെയ്തത്. തുടർന്ന് പറയണ, അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. അപ്പോൾ ഇത്തരത്തിൽ ദൈവവചനത്തെ പിൻപറ്റുന്ന, ദൈവവചനത്തെ മുറുകെ പിടിക്കുന്ന, ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ ആളുകൾ പറയുന്നതോ സാഹചര്യങ്ങളോ സമ്മർദ്ദങ്ങളോ കണ്ട് ഭയപ്പെടുന്നതല്ല, വചനത്തെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അത് ഏത് വ്യക്തിയുമാവട്ടെ, നമുക്ക് ബലമില്ല, പക്ഷേ എന്നെ ശക്തനാക്കുന്ന ഒരു കർത്താവുണ്ട്. നമുക്ക് വഴിയറിയത്തില്ല, എന്നാൽ എന്നെ വഴി നടത്തുന്ന ഒരു കർത്താവുണ്ട്. മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് നമ്മൾ കാര്യങ്ങൾ നമ്മൾ ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ നമ്മെ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു സമയമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവാണത് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് നാം അവൻ്റെ ബലമുള്ള കൈക്കീഴിലാണ് താണിരിക്കുന്നത്. നമ്മൾ ദൈവവചനത്തെ മുറുകെ പിടിക്കുമ്പോൾ പലവിധമായിട്ടുള്ള നിന്ദയും പരിഹാസവും ഒക്കെ ഉണ്ട്. എന്നാൽ അവിടെയൊക്കെ ദൈവം പകരുന്ന കൃപ നമ്മളെ ജയാളിയായി നിർത്തുകയും അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കും. പുറമേയുള്ളവർ തോന്നും നമ്മൾ കഷ്ടത്തിലും പ്രയാസത്തിലൊക്കെ ആണെന്ന്. പൗലോസ് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ മുട്ടുള്ളവരാണ്, എന്നാൽ എല്ലാവരെയും സമ്പന്നരാക്കുന്നവർ എന്ന് പറഞ്ഞാൽ, ആത്മീയമായിട്ടുള്ള പക്വതയും ആത്മീയമായിട്ടുള്ള ജ്ഞാനവും ദൈവശക്തിയും ദൈവജീവനൊക്കെ ദൈവവചനം അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയിൽ നിറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നാം ചിന്തിക്കുന്ന പോലെ ഇവിടുത്തെ വസ്തുവകകളോ ഇവിടുത്തെ ധനമൊന്നുമല്ല. കർത്താവ് പറയുന്നു, നീ ദരിദ്രനാണ്, കഷ്ടതയിലൊക്കെയുണ്ട്, പക്ഷേ നീ ധനവാനാകുന്നു താനും എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ ഒരു സഭയെക്കുറിച്ച് പറയുമ്പോൾ പുറമേ ഉള്ളവർക്ക് പലപ്പോഴും തോന്നും ദരിദ്രനാണ്, ഒന്നുമില്ലാത്തവരാണെന്നൊക്കെ തോന്നുമെങ്കിലും പ്രിയമുള്ളവർ, ദൈവവചനം അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവം അവനെക്കുറിച്ച് പറയുന്നത് നീ സമ്പന്നനാണെന്നാണ്. കാരണം നിലനിൽക്കുന്ന നിത്യസമ്പത്ത് ദൈവവചനം അനുസരിച്ച് ദൈവവചനത്തെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയുടെ അകത്ത് നിറയ്ക്കുന്നവനാണ് ദൈവം. അത് അവനെ ഏത് സാഹചര്യങ്ങളുടെ നടുവിൽ കൂടിയും കടത്തിക്കൊണ്ടുപോകുവാൻ പ്രാപ്തനാക്കുകയാണ്. അതുകൊണ്ട് ദൈവവചനം, നീ തീയിൽ കൂടി കടന്നുപോയാൽ വെന്തുപോകത്തില്ല, വെള്ളം നിന്നെ മുക്കിക്കളയത്തില്ല എന്ന് പറഞ്ഞാൽ വിവിധ സാഹചര്യങ്ങളെക്കുറിച്ചായി പറയുന്നത്. അഭിമുഖീകരിക്കുന്ന വിവിധ സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ട് നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടൊന്നുമല്ല, മറിച്ച് അതിനൊക്കെ നമ്മൾ ജയിച്ചു വരും. കാരണം കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ഇത് ഒരു വ്യക്തി തിരിച്ചറിയണം. അങ്ങനെ ഈ ബോധ്യം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ ക്ഷീണം മാറും, തളർച്ചകൾ മാറും, നിരാശകൾ മാറും, ഭയങ്ങൾ മാറും, മരണഭീതികൾ മാറും, ഇതെന്തായി തീരുമെന്നുള്ള ഭയം മാറും. മറിച്ച് എൻ്റെ കർത്താവിനോട് കൂടെയുണ്ട്, ആ കർത്താവ് സകലത്തിലും മതിയായനാണെന്നുള്ള ഒരു ഉത്തമ ബോധ്യം അവരെ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്ന വ്യക്തിത്വങ്ങളായി മാറ്റും. തുടർന്ന് പറയാണ്, മേൽക്കുമേൽ ബലം പ്രാപിക്കുക മാത്രമല്ല, എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. അപ്പോൾ ഈ കഷ്ടത ഞൊടി നേരത്തേക്കുള്ളതാണ്. ലഘുവായ കഷ്ടം അനവധിയായ നിത്യ തേജസ്സിൻ്റെ ഘനമോർക്കുമ്പോൾ സാരമില്ലെന്ന് എണ്ണുന്ന ദൈവവചനം പറയുന്നത്. മാത്രമല്ല അവരെല്ലാവരും ദൈവസന്നിധിയിൽ തേജസ്സിൽ നിത്യഭവനത്തിൽ നിത്യനായ കർത്താവിനോടുകൂടെ നിത്യത മുഴുവൻ വസിക്കുന്ന പുതിയ ആകാശത്തിൽ പുതിയ ഭൂമിയിൽ അവനോട് കൂടെ വാഴുന്ന കർത്താവ് ഈ ഭൂമിയിൽ എത്രയും വേഗത്തിൽ 1000 ആണ്ട് വാഴുമ്പോൾ അവനോട് കൂടെ നീതിയിൽ വാഴുന്ന വ്യക്തിത്വങ്ങളായിട്ടാണ് തീരുന്നത്. അതുകൊണ്ട് കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും ഒന്നും ഭാരപ്പെടേണ്ട, കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിലും ഒന്നും വിഷമിക്കേണ്ട. അതെല്ലാം ഞൊടി നേരത്തേക്കുള്ളതാണ്. കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യ തേജസ്സിലേക്കാണ് നമ്മെ വഴി നടത്തുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ നിൻ്റെ ബലം എൻ്റെ മേൽ പകരണമേ, നിൻ്റെ കൃപ എൻ്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ മേൽ അളവറ്റ കൃപ പകരുകയും ആ കൃപ നമ്മെ ഏതവസ്ഥയും ജയിക്കുവാൻ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് ബലം നിന്നിലുള്ള മനുഷ്യന്മാരായി, ബലം നിന്നിലുള്ള വ്യക്തിത്വങ്ങളായി തീരുവാനായിട്ട്, അത്തരത്തിൽ ഭാഗ്യ പദവി അലങ്കരിക്കുന്ന വ്യക്തിത്വങ്ങളായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുക. കർത്താവ് സ്വർഗ്ഗീയ പിതാവേ, അളവറ്റ കൃപയും കരുണയും സ്നേഹം ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെല്ലാവരും അഭിഷേകം ചെയ്യണം, ദുഷ്ടൻ്റെ കയ്യിലപ്പെടാതെ കാക്കണം, സമാധാനം കൊണ്ട് സ്വസ്ഥത കൊണ്ട് സന്തോഷം കൊണ്ട് നിറയ്ക്കണം, അങ്ങയുടെ വരവിന് വേണ്ടി എല്ലാവരും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗ്ഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.